കഴിഞ്ഞ രാത്രി ഒരു കുടുംബം എന്നെ കാണിക്കാൻ വന്നു കേട്ടോ. ഞാൻ ചോദിച്ചു, നിങ്ങൾ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ റിലേറ്റീവ് മരിച്ചപ്പം അവരെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് മരണകാരണം ആരാണെന്നൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞു അമീബിക് മസ്തിഷ്ക ജ്വരം കാരണമെന്ന് പറഞ്ഞു. അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് നമ്മൾ തൊട്ടടുത്തൊരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ വിചാരിച്ചു. അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് എന്നത് ഒരു അപൂർവ രോഗമാണെങ്കിലും അതിവേഗം പടരുന്ന രോഗമാണ്. അതൊരു അമീബിക് രോഗമാണ്. അമീബ ആണ് ഉണ്ടാക്കുന്നത്. നെഗ്ലേറിയ ഫോളറി എന്ന ഒരു അമീബ ആണ് ഇതുണ്ടാക്കുന്നത്. അത് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ വാം തടാകങ്ങളിലും കുളങ്ങളിലും മലിനജലത്തിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഇത് എങ്ങനെയാണ് മനുഷ്യരിലേക്ക് എത്തുന്നത്? വായിലൂടെ അല്ല പകരുന്നത്, വായിലൂടെയുമല്ല, നമ്മുടെ മൂക്കിലൂടെയാണ് ഇത് ശരീരത്തിലേക്ക് എത്തുന്നത്. നമ്മൾ കുളിക്കുകയോ അല്ലെങ്കിൽ ഡൈവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം വെള്ളം മൂക്കിലൂടെ കയറുമ്പം അത് ഈ അമീബ മസ്തിഷ്കത്തിലേക്ക് എത്തുകയാണ് ചെയ്യുക. ഇതിൻ്റെ ലക്ഷണങ്ങൾ വളരെ വേഗത്തിലാണ് ആരംഭിക്കുക. വളരെ ശക്തമായിട്ടുള്ള തലവേദന, കയറുന്ന രീതിയിലുള്ള ജ്വരം, പിന്നെ ഈ നെക്ക് ഇങ്ങനെ സ്റ്റിഫായി പോകുന്നൊരവസ്ഥ, ഛർദി, ബോധക്ഷയം തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെയാണ് കാണിക്കുക. രോഗം ഒരു 3 തൊട്ട് 5 ദിവസത്തിനുള്ളിൽ തന്നെ വളരെ ഗുരുതരമായി മാറാനുള്ള സാഹചര്യമുണ്ട്. ഇത് വളരെ അപൂർവമായിട്ടാണ് കാണുന്നത്, പക്ഷേ ഇത് സംഭവിച്ചാൽ കുറച്ച് അപകടകരമാണ്. എല്ലാ കുളങ്ങളും അപകടകരമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. മലിനമായതും കുറച്ച് ചൂടുള്ളതുമായ വെള്ളത്തിലാണ് ഈ അപകട സാധ്യത കൂടുതലുള്ളത്. ഇനിയിപ്പോൾ പലർക്കും ഒരു ആശങ്ക ഉണ്ടാവും, ഇത് എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളത്. ഒന്ന് മലിനമായിട്ടുള്ള കുളങ്ങളിലോ ഒന്നും പോയിട്ട് നീന്താനോ ഡൈവ് ചെയ്യാനോ പോകരുത്. വെള്ളം മൂക്കിലേക്ക് കയറുന്നത് ഒഴിവാക്കുക. അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് നീന്തുമ്പോൾ ഉപയോഗിക്കുന്ന നൈസ് ബഡ്സൊക്കെ ഉണ്ടല്ലോ. കുട്ടികൾക്കിത് പ്രത്യേക ശ്രദ്ധ പുലർത്തണം. ചൂടുള്ള കാലാവസ്ഥയിൽ ജാഗ്രത പുലർത്തുക. പ്രത്യേകം മനസ്സിലാക്കുക, വെള്ളം കുടിക്കുന്നതിലൂടെ ഈ രോഗം പകരില്ല. മറ്റൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗവുമല്ല. പാനിക്കാവേണ്ട, ജാഗ്രത മതി. ഒരു ജീവൻ്റെ നഷ്ടം നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് ഭയമല്ല, ജാഗ്രതയാണ്. നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാം. വെള്ളത്തിൽ കുളിക്കുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാം.